ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിലാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ രംഗത്ത് സജീവമാണ്. വാർഡ് കൺവെൻഷനുകൾക്ക് പിന്നാലെ ബൂത്ത് തല യോഗങ്ങളും കുടുംബ സംഗമങ്ങളും വാർഡുകളിൽ പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിനായി 33,711 പോളിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാനത്ത് സജ്ജമാക്കുന്നത്. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. കാഴ്ച പരിമിതിയുള്ള വോട്ടർമാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വയം വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ വലതുവശത്ത് ബ്രെയിലി ലിപി ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാഴ്ച പരിമിതി ഉള്ളവരും ശാരീരിക അവശതയുള്ളവരും രോഗബാധിതരും പ്രായമായവരുമായ വോട്ടർമാർക്ക് ക്യൂ ഇല്ലാതെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. കാഴ്ച പരിമിതിയോ മറ്റ് ശാരീരിക അവശതയോ ഉള്ള സമ്മതിദായകർക്ക് 18 വയസ്സിന് മുകളിലുള്ള ഒരു സഹായിയെ വോട്ട് രേഖപ്പെടുത്താൻ ഒപ്പം കൊണ്ടുപോകാൻ അനുമതി നൽകും. ഇത്തരത്തിൽ അനുവദിക്കുമ്പോൾ വോട്ടറുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നതോടൊപ്പം സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലും മായാത്ത മഷി പുരട്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡിസംബർ 3-ന് തിരുവനന്തപുരത്തെത്തും. നാവികസേന ദിനത്തോട് അനുബന്ധിച്ച് ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആതിഥേയത്വം വഹിക്കുന്ന പരിപാടിയിൽ നാവികസേനയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. ഈ മാസം 29-നും ഡിസംബർ 1-നും ശംഖുമുഖം ബീച്ചിൽ പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കും. അന്നേ ദിവസം രാജ്ഭവനിൽ തങ്ങിയ ശേഷം ഡിസംബർ 4-ന് രാവിലെ രാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും. പരിപാടിയോടനുബന്ധിച്ച് ഡിസംബർ 1-നും 3-നും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 50,59,00,000 എന്യൂമറേഷൻ ഫോമുകൾ ഇതിനകം കൈമാറിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ട മൊത്തം വോട്ടർമാരുടെ 99.25% ഫോറം ലഭ്യമാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR 2ാം ഘട്ടം നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് നേരെയുണ്ടാകുന്ന അധിക്ഷേപകരമായ പരാമർശങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. അധിക്ഷേപങ്ങൾ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ആക്കുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അശ്ലീല നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ സ്വതന്ത്രമായ സ്വയംഭരണ സംവിധാനം രൂപീകരിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി വരികയാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഇന്ത്യാസ് ഗോട്ട് ലേറ്റന്റ് ഷോയിലെ പരാമർശങ്ങൾക്കെതിരെ SMO ക്യൂബർ ഫൗണ്ടേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇടപെടൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡനത്തിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി യുവതി. ഇന്ന് ഉച്ചയോടെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് യുവതി പരാതി നൽകിയത്. വാട്സാപ്പ് ചാറ്റുകൾ, ഫോട്ടോകൾ, ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുക്കുകയാണ്. പരാതി അതീവ ഗൗരവമുള്ളതാണെന്നും രാഹുൽ MLA സ്ഥാനം ഉടൻ രാജിവെക്കണമെന്നും CPM-ഉം BJP-യും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അനുമതി ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് MP-മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, റേഷൻ വിതരണം, PM ആവാസ് യോജന, തലശ്ശേരി മൈസൂർ റെയിൽ പദ്ധതി, അങ്കമാലി ശബരി റെയിൽപാത തുടങ്ങിയ വിഷയങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്രത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ശബരിമലയിൽ മണ്ഡലകാലത്തിനായി നട തുറന്നതു മുതൽ ഇന്ന് വൈകിട്ട് 5 വരെ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 10 ലക്ഷം കവിഞ്ഞു. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ വൈകിട്ട് 7 വരെയുള്ള കണക്കുപ്രകാരം 79,000-ത്തിലധികം പേർ ദർശനം നടത്തി. ഇടുക്കി തൊടുപുഴയിൽ 18 വയസ്സുകാരനിൽ നിന്ന് 50,850 രൂപയുടെ അനധികൃത മരുന്നുകൾ പിടികൂടി. തൊടുപുഴ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ആദിത്യൻ ബൈജു എന്ന യുവാവിന്റെ പക്കൽ നിന്ന് രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന 150 വയൽ ഇഞ്ചക്ഷൻ മരുന്നാണ് പിടിച്ചെടുത്തത്. ഓൺലൈൻ വഴിയാണ് യുവാവ് മരുന്ന് വാങ്ങിയത്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.